അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയമുള്ളവരെ, തൻ്റെ ഇടമുള്ള സ്ത്രീയാവാനും ധൈര്യത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും ഇതാ 8 ശീലങ്ങൾ. ഈ ശീലങ്ങൾ പതിവാക്കുന്നതോടുകൂടി നിങ്ങൾ ഒരു ശക്തയായ സ്ത്രീയായി മാറും. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടോ, എന്നെ ആരും വേണ്ടത്ര വിലമതിക്കുന്നില്ല എന്ന്? മറ്റുള്ളവർ പറയുന്നതിനനുസരിച്ച് മാത്രം ജീവിക്കേണ്ട അവസ്ഥയാണോ നിങ്ങൾക്കുള്ളത്? സ്വന്തം അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ നിങ്ങൾക്ക് പേടി തോന്നാറുണ്ടോ? എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടെ സ്വന്തം സന്തോഷങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? ജീവിതത്തിൽ വിജയിക്കാനും ബഹുമാനിക്കപ്പെടാനും ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകാനും സൗന്ദര്യമോ സമ്പത്തോ മാത്രം മതിയാവുകയില്ല. ഒരു സ്ത്രീയെ യഥാർത്ഥത്തിൽ ശക്തയാക്കുന്നത് അവളുടെ തൻ്റെ ഇടവും വ്യക്തിത്വവുമാണ്. തൻ്റെ ഇടം എന്നത് ആരോടും വഴക്കിടുകയോ ശബ്ദമുയർത്തി സംസാരിക്കുകയോ ചെയ്യുന്നതല്ല, മറിച്ച് ശരിയായ കാര്യത്തിൽ ഉറച്ചു നിൽക്കാനും സ്വന്തം മൂല്യം തിരിച്ചറിയാനും കഴിയുന്ന ഒരു മനോഭാവമാണ്. ഇന്ന് ഒരു തൻ്റെ ഇടമുള്ള സ്ത്രീയുടെ ജീവിതത്തിൽ കാണുന്ന 8 പ്രധാന ശീലങ്ങളെക്കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. ഒന്നാമത്തെ ശീലം സ്വന്തം മൂല്യം തിരിച്ചറിയുക എന്നതാണ്. തൻ്റെ ഇടമുള്ള ഒരു സ്ത്രീ ഒരിക്കലും തൻ്റെ വില മറ്റുള്ളവരുടെ പ്രശംസ കൊണ്ട് അളക്കുകയില്ല. ആരെങ്കിലും അഭിനന്ദിച്ചാലും ഇല്ലെങ്കിലും അവൾക്ക് തൻ്റെ കഴിവുകളെക്കുറിച്ചും വ്യക്തിത്വത്തെക്കുറിച്ചും വ്യക്തമായ ബോധ്യമുണ്ടാകും. സ്വന്തം മൂല്യം തിരിച്ചറിയുന്ന നിമിഷം മുതൽ മറ്റുള്ളവരുടെ അവഗണന അവളെ തകർക്കുകയില്ല. ഇനി രണ്ടാമത്തെ കാര്യം, ആവശ്യമുള്ള സ്ഥലത്ത് ഇല്ല എന്ന് പറയാൻ ഒരു മടിയും ഉണ്ടാവുകയില്ല. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്ന ജീവിതം ഒടുവിൽ നമ്മെ തന്നെ ക്ഷീണിപ്പിക്കും. തൻ്റെ ഇടമുള്ള സ്ത്രീക്ക് എവിടെയാണ് അതിർത്തി വരയ്ക്കേണ്ടത് എന്ന് കൃത്യമായി അറിയാം. തെറ്റായ കാര്യങ്ങൾക്കും അനാവശ്യമായ ആവശ്യങ്ങൾക്കും അവൾ വിനയത്തോടെ എന്നാൽ വ്യക്തമായി ഇല്ല എന്ന് പറയാൻ ഒരു മടിയും ഉണ്ടാവുകയില്ല. ഇനി മൂന്നാമത്തെ കാര്യം, വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ടാകും. ദേഷ്യം വന്നാൽ ഉടനെ പ്രതികരിക്കുകയും സങ്കടം വന്നാൽ തകർന്നു പോകുകയും ചെയ്യുന്നത് ബലഹീനതയുടെ ലക്ഷണമാണ്. ശക്തയായ സ്ത്രീ ആദ്യമൊന്ന് ചിന്തിക്കും, പിന്നെയാണ് സംസാരിക്കുക. അവളുടെ തീരുമാനങ്ങൾ വികാരങ്ങളുടെ അടിസ്ഥാനത്തിലാവുകയില്ല, വിവേകത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഇനി നാലാമത്തെ കാര്യം, സ്വന്തം തീരുമാനങ്ങൾ സ്വയം എടുക്കാനുള്ള കഴിവുണ്ടാകും. ഉപദേശം എല്ലാവരിൽ നിന്നും സ്വീകരിക്കാം, പക്ഷേ ജീവിതം ജീവിക്കേണ്ടത് നമ്മളാണ്. അതുകൊണ്ട് പ്രധാന തീരുമാനങ്ങളിൽ മറ്റുള്ളവരെ മാത്രം ആശ്രയിക്കാതെ കാര്യങ്ങൾ മനസ്സിലാക്കി ആത്മവിശ്വാസത്തോടെ തീരുമാനമെടുക്കുന്ന ശീലം വളർത്തിയെടുക്കണം. അഞ്ചാമത്തെ കാര്യം, പഠനവും വളർച്ചയും ഒരിക്കലും അവസാനിപ്പിക്കുകയില്ല. പുസ്തകങ്ങളിലൂടെയോ അനുഭവങ്ങളിലൂടെയോ പുതിയ കഴിവുകളിലൂടെയോ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീ എപ്പോഴും മുന്നിലായിരിക്കും. അറിവ് വർദ്ധിക്കുന്നതോടൊപ്പം ആത്മവിശ്വാസവും വർദ്ധിക്കും. വളർച്ച നിർത്തുന്ന നിമിഷം അതേ നിമിഷം തന്നെ പിന്നോട്ടുള്ള യാത്ര ആരംഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് പഠനവും വളർച്ചയും ഒരിക്കലും അവസാനിപ്പിക്കരുത്. ഇനി ആറാമത്തെ കാര്യം, ബഹുമാനത്തോടെ സംസാരിക്കുക, പക്ഷേ ആരെയും ഭയപ്പെടരുത്. തൻ്റെ ഇടം എന്നത് പരുഷമായി സംസാരിക്കുക എന്നതല്ല, മറ്റുള്ളവരെ ബഹുമാനിച്ചുകൊണ്ട് സ്വന്തം അഭിപ്രായം വ്യക്തമായി അവതരിപ്പിക്കാനുള്ള കഴിവാണ് യഥാർത്ഥ ശക്തി. വിനയവും ആത്മവിശ്വാസവും ഒരുമിച്ച് ചേരുമ്പോഴാണ് വ്യക്തിത്വം കൂടുതൽ മനോഹരമാകുന്നത്. ഏഴാമത്തെ കാര്യം, പ്രശ്നങ്ങളിൽ നിന്ന് ഓടിപ്പോകരുത് എന്നതാണ്. ഓരോ ജീവിതത്തിലും പരീക്ഷണങ്ങൾ ഉണ്ടാകും. എന്നാൽ പ്രശ്നങ്ങൾ കണ്ടാൽ പേടിച്ച് പിൻവാങ്ങാതെ പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുന്നവരാണ് പിന്നീട് ജീവിതത്തിൽ മുന്നേറുന്നത്. പ്രതിസന്ധികളെ ധൈര്യത്തോടെ നേരിടുന്ന സ്ത്രീയെ ജീവിതം തന്നെ കൂടുതൽ ശക്തയാക്കി മാറ്റും. ഇനി എട്ടാമത്തെ കാര്യം, സ്വന്തം ലക്ഷ്യങ്ങൾക്ക് മുൻഗണന നൽകുക എന്നതാണ്. കുടുംബത്തെയും മറ്റുള്ളവരെയും സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നത് നല്ല കാര്യമാണ്. എന്നാൽ അതിനിടയിൽ സ്വന്തം സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഒരിക്കലും മറന്നുപോകരുത്. സ്വന്തം വളർച്ചയ്ക്കും സമയമൊരുക്കുന്ന സ്ത്രീയാണ് യഥാർത്ഥത്തിൽ വിജയിക്കുന്നത്. പ്രിയമുള്ളവരെ, തൻ്റെ ഇടം എന്നത് ജന്മനാ ഉണ്ടാകുന്ന ഒന്നല്ല. ഓരോ ദിവസവും ശരിയായ ശീലങ്ങൾ പരിശീലിച്ചാണ് ആ സ്ത്രീ ജീവിതം രൂപപ്പെടുത്തിയെടുക്കുന്നത്. ആത്മവിശ്വാസം, വിവേകം, ക്ഷമ, പഠിക്കാനുള്ള മനസ്സ്, ശരിയായ തീരുമാനങ്ങൾ, ഇവയാണ് അവളുടെ യഥാർത്ഥ ശക്തി. അതിനാൽ ഇന്നു മുതൽ ഈ 8 ശീലങ്ങളിൽ ഓരോന്നും ജീവിതത്തിൽ പരിശീലിക്കാൻ തുടങ്ങൂ.
ചെറിയ മാറ്റങ്ങൾ പോലും കാലക്രമേണ വലിയ വ്യക്തിത്വമായി നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തും. ഓർക്കുക, തൻ്റെ ഇടമെന്നത് മറ്റുള്ളവരെ തോൽപ്പിക്കുന്നതിലല്ല, സ്വന്തം ഭയങ്ങളെയും സംശയങ്ങളെയും തോൽപ്പിക്കുന്നതിലാണ്. അള്ളാഹു നമുക്ക് ജീവിതം ഖൈറിലാക്കി തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.